ഹലോ കൂട്ടുകാരെ, സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് വരവായി. ഒരു കാര്യം ചോദിക്കട്ടെ കൂട്ടുകാരെ, ഒരു ദിവസം രാത്രിയിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വേദന അനുഭവപ്പെട്ട നമ്മൾ എന്താണ് പ്രാർത്ഥിക്കാറ്? എത്രയും പെട്ടെന്ന് ഒന്ന് രാവിലെ ആവണമെന്നല്ലേ? അതുപോലെ തന്നെ ഇരുള് മൂടിക്കിടക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത് പ്രകാശമാണ്. ആരാണ് ഈ പ്രകാശം? ക്രിസ്തു. ക്രിസ്മസ് രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്നാണ്. ലോകത്തിൻ്റെ പ്രതീക്ഷയായ യേശു ക്രിസ്തു, ലോകത്തിന് സദ്വാർത്തയായി പിറന്ന യേശു ക്രിസ്തു, ആ പ്രകാശതാരത്തെ ആരാധിക്കാം, സ്തുതിക്കാം, വാഴ്ത്താം.
ഓരോരുത്തരുടെയും മനസ്സിലാണ് ജനിക്കേണ്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൂട്ടുകാരെ, എന്തിനാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ക്രിസ്തു ജനിച്ചതുകൊണ്ട്. അതെ, ക്രിസ്തു ജനിച്ചതുകൊണ്ടാണ്. ക്രിസ്തു എല്ലാവരുടെയും മനസ്സിലാണ് ജനിക്കേണ്ടത്. ക്രിസ്തുവില്ലെങ്കിൽ ക്രിസ്മസിന് അർത്ഥമില്ല. അതുപോലെ തന്നെ ക്രിസ്തു ഇല്ലെങ്കിൽ ജീവിതത്തിനും അർത്ഥമില്ല. ക്രിസ്തുവിനെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിക്കാം. നിർമ്മല നീല നിശീഥിനിയിൽ ധന്യതയാർന്നൊര നിമിഷങ്ങളിൽ വിണ്ണിൻ്റെ വാഗ്ദാനം പൂർത്തിയായി മണ്ണിൻ പ്രതീക്ഷകൾ പൂവണിഞ്ഞു. നിർമ്മല നീല നിശീഥിനിയിൽ ധന്യതയാർന്നൊര നിമിഷങ്ങളിൽ വിണ്ണിൻ്റെ വാഗ്ദാനം പൂർത്തിയായി മണ്ണിൻ പ്രതീക്ഷകൾ പൂവണിഞ്ഞു. നിരുപമഗീതങ്ങളാ മധുമയ രാഗങ്ങളിൽ മഹിതലനാഥനെ വരവേൽക്കുവാൻ വാനവും ഭൂമിയും ചേർന്നു പാടി. മഹിതലനാഥനെ വരവേൽക്കുവാൻ വാനവും ഭൂമിയും ചേർന്നു പാടി. മർത്യനെ തേടി നീ ദൈവസുതാ മർത്യനായി പുൽക്കൂട്ടിൽ വന്നു പിറന്നു. മർത്യനെ തേടി നീ ദൈവസുതാ മർത്യനായി പുൽക്കൂട്ടിൽ വന്നു പിറന്നു. നീറും മനസ്സിൽ കുളിർ തീർത്ഥവുമായി നിത്യവും ഞങ്ങളിൽ നീ പിറക്കൂ. നീറും മനസ്സിൽ കുളിർ തീർത്ഥവുമായി നിത്യവും ഞങ്ങളിൽ നീ പിറക്കൂ. നിർമ്മല നീല നിശീഥിനിയിൽ ധന്യതയാർന്നൊര നിമിഷങ്ങളിൽ വിണ്ണിൻ്റെ വാഗ്ദാനം പൂർത്തിയായി മണ്ണിൻ പ്രതീക്ഷകൾ പൂവണിഞ്ഞു. നിർമ്മല നീല നിശീഥിനിയിൽ ധന്യതയാർന്നൊര നിമിഷങ്ങളിൽ വിണ്ണിൻ്റെ വാഗ്ദാനം പൂർത്തിയായി മണ്ണിൻ പ്രതീക്ഷകൾ പൂവണിഞ്ഞു. യഹൂദ ഗ്രാമങ്ങളുടെ ആചാരമനുസരിച്ച് ഒരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ ഗ്രാമവാസികളെല്ലാവരും സമ്മാനങ്ങളായും കുഞ്ഞിനെ കാണാൻ വരും. അവിടെ അവർ സന്തോഷത്തോടെ
സംഗീതം ആലപിച്ച് ചെലവഴിക്കും. എന്നാൽ നമ്മുടെ ഉണ്ണീശോ എവിടെയാ വരുന്നത്? ഒരു പുൽത്തൊട്ടിയിലല്ലേ? അവിടെ ആരാ ഉണ്ണീശോയെ കാണാൻ വന്നത്? ആരാ ഉണ്ണീശോയ്ക്ക് പാട്ടുപാടി കൊടുക്കാൻ വന്നത്? ആരും വന്നില്ല. ദൈവം ഇടപെട്ടു. മാലാഖമാരെ അയച്ചു. അവർ ഗ്ലോറിയ പാടി. ഉണ്ണീശോയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, പാടി സ്തുതിക്കാം. ഉണ്ണീശോയെ, അങ്ങ് പുൽത്തൊട്ടിയിൽ കിടന്നപ്പോൾ അങ്ങ് ഒറ്റയ്ക്കായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ചുറ്റും എപ്പോഴും ആളുകളുണ്ട്. ഈശോയെ, അങ്ങ് ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും അങ്ങേക്കൊപ്പമുണ്ട്. ഉണ്ണീശോയെ നന്ദി, ഉണ്ണീശോയെ നന്ദി, ഉണ്ണീശോയെ സ്തുതി. ഉണ്ണീശോയെ സ്തുതി. ഉദയവേളയിൽ മണ്ണും വിണ്ണും ഉണരുന്നു സ്തുതിഗീതികളാൽ. പാരിൻ നാഥനെ, പാവനരൂപനെ, പാരിടമൊന്നായി വന്ദിക്കാം. ഉദയവേളയിൽ മണ്ണും വിണ്ണും ഉണരുന്നു സ്തുതിഗീതികളാൽ. പാരിൻ നാഥനെ, പാവനരൂപനെ, പാരിടമൊന്നായി വന്ദിക്കാം. കതിർമാലകൾ, നിറമാലകൾ, കർപ്പൂരത്തിനോട് പരിമളവും. കതിർമാലകൾ, നിറമാലകൾ, കർപ്പൂരത്തിനോട് പരിമളവും. കണിക്കൊന്നയും നറുമുല്ലയും കുളിർച്ചൂടി നിൽക്കും വേദികയിൽ. കണിക്കൊന്നയും നറുമുല്ലയും കുളിർച്ചൂടി നിൽക്കും വേദികയിൽ. ഉദയവേളയിൽ മണ്ണും വിണ്ണും ഉണരുന്നു സ്തുതിഗീതികളാൽ. പാരിൻ നാഥനെ, പാവനരൂപനെ, പാരിടമൊന്നായി വന്ദിക്കാം. ഗിരിഗോപുരേ സുതനേകിയ കനിവിന്നുറവാം യാഗമിതാ. ഗിരിഗോപുരേ സുതനേകിയ കനിവിന്നുറവാം യാഗമിതാ. കരതാരതിൽ വരദാനമായി അണയുന്നു ഞങ്ങൾ പൂജകരായി. കരതാരതിൽ വരദാനമായി അണയുന്നു ഞങ്ങൾ പൂജകരായി. ഉദയവേളയിൽ മണ്ണും വിണ്ണും ഉണരുന്നു സ്തുതിഗീതികളാൽ. പാരിൻ നാഥനെ, പാവനരൂപനെ, പാരിടമൊന്നായി വന്ദിക്കാം. കാത്തിരിപ്പെന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. വളരെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ സ്വപ്നം കണ്ട ഒരു സമ്മാനം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട്, അല്ലേ കൂട്ടുകാരെ? അതുപോലെ തന്നെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ണീശോ
നമ്മുടെ ഹൃദയത്തിലും വരികയാണ്. അതുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഉണ്ണീശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഉണ്ണീശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഉണ്ണീശോയെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. എഴുന്നള്ളി വരണമേ. la